അവിടെ മുഴുവൻ ജൂതന്മാർ ഇപ്പോഴും ഉണ്ട്. മരിച്ചു. ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലം എവിടെയാ? ഇപ്പൊ നമ്മള് പോവാൻ വാസ്കോഡ ഗാമ പള്ളിയിലേക്ക് പോവാം. റൈറ്റ് പോവാം, നേരെ നടക്കാം. ഓക്കെ, അവിടെ ഓക്കെ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും നമ്മൾ ലേറ്റ് ആയിന്നാണ്. പക്ഷേ ആ കളർഫുൾ വൈബ് ഒന്ന് കണ്ടിറങ്ങി വരാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനുവേണ്ടി തന്നെ നമ്മളിവിടെ ഫോർട്ട് കൊച്ചിയിൽ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ വിശാലമായി, ഇത് സാറ്റർഡേ സൺഡേസിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു പാർക്കിംഗ് ആണെന്ന് വെച്ചാൽ. സൺഡേയിൽ മാത്രം വന്നാൽ മതി, എപ്പോൾ വന്നാലും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ തന്നെ പാർക്ക് ചെയ്യണം. ബട്ട് നമുക്ക് ദൈവം വില്ലേജിലൂടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇവിടുന്ന് ഒരു വ്യൂ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിനി നേരെ അങ്ങോട്ട് ഹെഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഫോർട്ട് കൊച്ചി ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞ് വാക്ക് ചെയ്താൽ മതി, അല്ലാതെ പോകാൻ വയ്യ, സെറ്റാവില്ല, വയ്യാതെയാവും. അപ്പോൾ നേരെ ഇനി ഫോർട്ട് കൊച്ചി വാക്ക്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഇവിടുത്തെ ആളുണ്ടായിരുന്നു. ആൾ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ആൾ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എവിടെ എന്താണ് എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല, പക്ഷെ ആ പറഞ്ഞൊരു ഐഡിയയിൽ ഞങ്ങളാണ്ട് നടക്കും. ഇവിടെ നോക്കിയാൽ ഇനി ഇതാണ് എൻ്റെ സ്ഥലം. ഞങ്ങളാണ്ട് നടക്കട്ടെ. അപ്പോൾ സോ അങ്ങനെ നമ്മൾ കൊച്ചി ഫോർട്ട് കൊച്ചിയിലെ നൈറ്റ് വൈബ് പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈവനിങ് വൈബ്സ് എക്സ്പ്ലോറിങ് ഫോർട്ട് കൊച്ചി എന്നുള്ളൊരു കണ്ടന്റിലാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അതെ, ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലാകുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പോകുന്നത് ഏത് ജൂയിഷ് പള്ളി അല്ല, ഫോർട്ട് കൊച്ചി വന്നാൽ വാസ്കോഡ ഗാമ പള്ളി. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ നടക്കുന്നു. അവിടെ നല്ല ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടി. അപ്പോൾ ആ പാർക്കിംഗ് സ്പോട്ടിൽ അവിടെ വണ്ടി ഇട്ട് അവിടുത്തെ അതാണ് ഡീറ്റെയിൽ ആയിട്ട് ആള് പറഞ്ഞു. അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ നടന്ന് കാണിച്ചു. ഈ കാണുന്ന കൊച്ചി സ്ട്രീറ്റ് സംഭവം ഇവിടെ ഭയങ്കര കൂളാണ് കേട്ടോ. അതായത് ഈ മരങ്ങളും ഈ സൈഡിൽ പാർക്കുന്നത് രാവിലെ ചെറിയ ഫോഗുള്ള നേരത്ത് ഇതിൽ കൂടെ നടന്നു വരുന്നത് നല്ല സൂപ്പറാവും. പിന്നെ അല്ല, ഇത് നേരെ ആവും ചിലപ്പോ. ഈ ഒരു സണ്ണ് ഇല്ലല്ലോ, ചൂടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത്. പക്ഷെ ഇതൊരു നല്ല വൈബാ. ഇവിടുത്തെ ഫുൾ വൈബ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രെൻഡിൽ നിൽക്കുന്നത്. ആൾക്കാരെ നല്ല ചില്ല് മൂടില്ല അല്ലേ? ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവർ കൊച്ചി ടോൺ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും നമ്മൾ തൃശ്ശൂർക്കാർക്ക്, ഇവർ തൃശ്ശൂർ വരുമ്പോൾ അങ്ങനെ തോന്നുന്നു, എനിക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കണ്ട. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ വൈബ് കാണിച്ചത്. ഫുഡ് കഴിച്ചു. ഫുഡ് ഒരു ഓക്കെ ഗുഡ്. ഒരു ഈ പറഞ്ഞ പോലെ ഒരു വ്യൂ പോയിന്റിലൊക്കെ ഇരുന്ന് അതായത് ഉണ്ട്. പിന്നെ ഈ സൈഡ് ഫോർട്ട് കൊച്ചി സൈഡൊക്കെ വരുമ്പോൾ എന്തായാലും റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ദാൻ ദി റെഗുലർ റെസ്റ്റോറൻറ്റ്സ്. അപ്പം അതുപോലത്തെ എന്തായാലും എൻജോയ് ചെയ്തു, നടന്നു, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു. ഞാനിത് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതൊരു വലിയൊരു മരത്തിൻ്റെ വള്ളിയാണ് കേട്ടോ. നോക്കി എന്ത് വലിപ്പം ഇത്. ഇതിങ്ങനെ ഞാൻ വണ്ടി ഈ വഴി വന്നത്, ഞങ്ങൾ ഈ വഴി സ്ട്രെയിറ്റ് വന്നപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെയൊക്കെ സൈഡിൽ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് അല്ല ഇത്, വണ്ടികളിന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞത് ആ ജംഗ്ഷൻ എത്തുമ്പോൾ അവിടെ നിന്ന് റൈറ്റ് നേരെ നടന്നു എന്നാണ് പറഞ്ഞത്. ബിഗ് ബി ഷൂട്ട് ചെയ്ത ഭാഗം അതല്ല, ബിഗ് ബി ഷൂട്ട് ചെയ്തിട്ട് ബിഗ് ബി മലയാളം മൂവി കാണാത്തവരുണ്ടാവില്ല എന്നറിയാം. നമുക്ക് അവിടെ ചെല്ലണം. അപ്പോൾ എന്തായാലും നടത്തം നല്ല എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് ഞങ്ങൾ. ഫോർട്ട് കൊച്ചി നൈറ്റ് വൈബ്. നമ്മൾ നേരെ പോകുന്നത് വാസ്കോഡ ഗാമ സ്ക്വയർ. സി ഇതവിടെ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് ഗോയിങ് റൈറ്റ്. ഞങ്ങളുടെ പൂക്കിയിരിക്കണ നോക്കിയേ, ദേ ഇവിടെ നോക്ക്. ഹലോ, ഞങ്ങൾ നടന്ന് വൈബ് അടിക്കുക. കൊച്ചി വൈബ് നടന്നടിക്കുകയാണ്. എൻജോയ്. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 800 മീറ്റർ ഉള്ളതെന്നാണ്. എനിക്ക് തോന്നുന്നത് 1.5 കിലോമീറ്റർ നടത്തിക്കും തോന്നുന്നു. ആളുടെ ഒരു പറച്ചിൽ വശം കണ്ടിട്ട്, നമ്മുടെ നടത്ത വശം കണ്ടിട്ട് നമ്മള് വാക്ക് വേ ഉണ്ട്. എന്തായാലും ഫുട്പാത്ത് പ്രോപ്പറായിട്ടുള്ളതുകൊണ്ട് അത് യാതൊരു കുഴപ്പമില്ല. സുഖമായിട്ടായിട്ട് നടന്ന് പോയാൽ മതി. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് ആൾക്കാർ, ഭയങ്കര ഹെൽപ്ഫുൾ. കാരണം നമ്മൾ ഡാഡി മമ്മിക്ക് ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ ഓൾറെഡി നമ്മളോട് പറഞ്ഞു ഇന്ന വഴി ഇങ്ങനെ പോകണ്ടേ എന്നുള്ളത് നമ്മളോട് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർ ഡാഡിനും അമ്മനെ ആ സ്പോട്ടിൽ ഇറക്കി എന്നിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ചേട്ടാ ഈ വഴി പോയാൽ മതി ഈ വഴി പോയാൽ മതി അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ കണ്ട് എന്ത് മൈൻഡേ കൂള ആൾക്കാർ ഇതുവരെ ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്നാലും വൈബാണ്, കൂളാണ്. ഓൾഡ് ഹാർബർ ഹോട്ടൽ ഇതും പറഞ്ഞായിരുന്നു ഇവര്. ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പോട്ട് നോക്കിക്കോട്ടെ. അത് എപ്പോഴും ഈ ചെടി ഇലകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇതൊരു സൂപ്പർ സ്പോട്ടാണ്. എവിടെയില്ല. നമ്മുടെ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മരം, അതാണ് ഒരു മരം. ഫുള്ള് ഫ്രെയിമുകളാണ് നടക്കണോർത്ത് മുഴുവൻ. ഒരു പഴയ ഓൾഡ് എസ്തെറ്റിക് ലുക്കോ അത് പ്ലസ് വിൻറ്റേജ് അങ്ങനെയൊക്കെ പറയും. അതൊക്കെ കൂടി വരുമ്പോൾ എല്ലാം ഫ്രെയിമാണ്. നോക്കി ഇത് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഓ സൂപ്പറായിട്ടുണ്ട്. നമ്മൾ നടന്നു വന്നപ്പോൾ ഒരു വെറൈറ്റി സാധനം കണ്ടു. എന്തായാലും പരിപാടി നോക്കുമ്പോൾ ഇത് ഒരു ഷോപ്പാ. ഇയറിംഗ്സും ജ്വല്ലറി ഒക്കെ ഉള്ള. ഓക്കെ നേരെ ഇത് നോക്കാം. ഓൺലൈൻ ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇവിടെ കുറേ ഇങ്ങനെ സ്ട്രീറ്റ് സൈഡിൽ ഇങ്ങനെ സ്നാക്സ് ആയി. ഇപ്പം അങ്ങോട്ട് ഞങ്ങൾ നടന്നപ്പോൾ ബ്രൗണീസ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നപ്പം കുറേ ജ്വല്ലറി ആൻഡ് ആക്സസറീസ് ഉണ്ട്. ഇപ്പം കളിയില്ല. ഇപ്പം നമ്മൾ ഒരെണ്ണം പർച്ചേസ് ചെയ്താൽ then we have to pick 3 balls and then we will win a prize. Win a prize. Yes, win a prize. അതറിയില്ല. ആടി അത് തുറന്ന് കാണിച്ചു തരും എന്താ പ്രൈസ് അതിനാണ് പ്രൈസ് എന്ന് ഉദ്ദേശിച്ചത്. അതെ. എന്തായാലും അവള് എന്താ മേടിക്കണ? നീ മേടിക്കണ്ട എന്തെങ്കിലും? ഇതാണ് ഒരു കളക്ഷൻ. അപ്പം ഞാനൊരു ഇയറിംഗ് മേടിച്ചു. താങ്ക് യു. പേയ്മെന്റ് ലക്കി ഡ്രോ. ദുബായ് ലോട്ടറി അടിച്ചിട്ടില്ല. അപ്പൊ ഇതിലെന്തെങ്കിലും ഉണ്ടാവുകയാണോ? സെയിം കളറാണ്. സെയിം കളർ തന്നെ വരണം. നിനക്ക് വേണ്ടി ഒരു ചാൻസ് കൂടി തന്നിട്ട് 3 2 എടുക്കണം ഗൈസ്. ഞാനൊരു ചേർന്നായിട്ട് നടക്കുക. ഇവിടെ എന്തെങ്കിലും എടുത്ത് തരാം. പോവാ. അപ്പൊ പരിപാടി അത് വെറൈറ്റി ആയിട്ട് എന്തായാലും നമുക്ക്. അപ്പൊ താങ്ക് യു ഗൈസ്. ബൈ ബൈ. അപ്പൊ നമ്മള് ലോട്ടറി എടുക്കണേൽ തോറ്റുപോയി ഇപ്രാവശ്യം അല്ലേ. ഒരു ഇയറിങ്സ് മേടിച്ചു. അതാണോ കൊറിയൻ ഇയറിങ്സ് ആണ്. അതെ അങ്ങനെ പോയി. ബാക്കിൽ ഫ്രെയിമൊക്കെ കണ്ട ആ ഗ്രീൻ കളറൊക്കെ വരുമ്പോൾ നല്ലൊരു വൈബായി മാറി. ഇനി നടക്കാം വയ്യ. ഞങ്ങളിപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തേടി വന്ന ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരിരുന്ന് ഞങ്ങൾ മേടിക്കുന്നതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഇവിടെ ഒരു മോമോസിൻ്റെ കടയാന്ന് തോന്നുന്നു. ചായക്കടയാണ്. ഇവിടെ എല്ലാവരും വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഷോപ്പിംഗ് കുറേ ആൻറ്റിക് അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. കുറേ ഈ ടൂറിസ്റ്റുകാർ വന്ന് ഗോവയിലൊക്കെ ഇങ്ങനെ ഷോപ്പ് ചെയ്യത്തില്ല. സ്ട്രീറ്റ് ഷോപ്പിംഗ് ലൈക്ക് ദാറ്റ് വി ഹാവ് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഓവർ ഹിയർ വിത്ത് ഡിഫറെൻറ്റ് സോവനിയേഴ്സ് ഒക്കെ ഉണ്ട്. ദെൻ സോവനിയേഴ്സ് ആണ് തോന്നുന്നു കൂടുതൽ. സോവനിയേഴ്സ് ഉണ്ട്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട് ആൻഡ് ഓൾ ദീസ് സ്റ്റഫ്സ്. കുറേ ബാഗ് ടൂറിസ്റ്റ് തിങ്സ് ബേസിക്കലി ടൂറിസ്റ്റ് തിങ്സ് ആയിട്ടുള്ള ഇതുണ്ട്. കേരളയിലെ ഒരു ഇത് കാണിക്കാൻ വള്ളംകളി, വള്ളം, ടൂറിസ്റ്റുകൾക്കുള്ള ഷർട്ടുകൾ. എന്തായാലും ആകെ ലൈന് നോക്കും മമ്മു. അതെ അവള് കയറി കട കാണിക്കാൻ കയറി കഴിഞ്ഞാൽ നല്ല ഈസി ബ്രീസി ഡ്രസ്സസ് എന്നൊക്കെ പറയാം. നല്ല ഇങ്ങനത്തെ ഇതിങ്ങനത്തെ മേടിച്ചാലും മമ്മു നല്ല ഇതൊക്കെ വീട്ടിലൊക്കെ ഇട്ടേക്കാം. ഇല്ലെങ്കിൽ ഇതൊക്കെ ഈ പൈജാമ സച്ച് ചെയ്യാം. ദീസ് ആർ ഓൾ ബേസിക്കലി കൊച്ചി വൈബ്സ് എന്ന് പറയാം. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കൊച്ചിയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഒന്നിയിലൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സിങ് സെൻസ് ആണ് ഇവിടുത്തെ. സോ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഇവിടുന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുമോ സാധനങ്ങളൊക്കെ നോക്കാം. നടന്ന് ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഷോപ്സ് തന്നെ സെയിം.
ഡ്രസ്സും കാര്യങ്ങളും തന്നെയാണ് കൂടുതലുള്ളത്. ഇത് നോക്ക്, ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഇങ്ങനെ മാല ബൾബ് ഇട്ടിട്ട്. ഇത് രസമായിട്ടുണ്ട് അല്ലേ? നമ്മളിത് എവിടെയോ വേറെ കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ലൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലം തന്നെ. സംതിങ് നൈസ് ആൻഡ് ഡിഫറെൻറ്റ്. നല്ല ഭംഗിയുണ്ടോ നോക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ കാണാൻ വന്ന സ്ഥലം അത് ബേസിക്കലി ക്ലോസ്ഡ് ആണ്. അത് ടൂറിസ്റ്റിന് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യുന്നത് ഫോർ എ സർട്ടൻ ടൈം ആണ് തോന്നുന്നു. ഇത് ക്ലോസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ പള്ളിയായിരുന്നു ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. ഇത് ഓൾവേസ് ക്ലോസ് ആണ്. നമുക്ക് ആ ഫെൻസിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് അവിടെ പോയി നോക്കാം. ഇവിടുന്ന് ഈ ഒരു ലുക്കിലൂടെ കാണുമ്പോൾ എന്തുണ്ടാവണമെന്ന് അറിയില്ല. നോക്കാം. ഇതാണ് സ്ഥലം. പക്ഷേ ഇതെല്ലാം അന്ധകാരമായി. നമ്മൾ ആക്ച്വലി ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കണ്ടു. അകലാണ് നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കണ്ടു. വാസ്കോഡ ഗാമ ചർച്ചോ? ഫോർട്ട് കൊച്ചിയുടെ സ്ട്രീറ്റ്സിലൂടെ നടന്നു. കുറേ വീഡിയോകൾ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, കാരണം ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു ഫുൾ ടേബിൾ എടുത്തിട്ട് അവിടെ ഒക്കെ ആൾക്കാർ ഇരിക്കണ്ടേ നോക്ക്. പൂക്കി കിപ്പിയൊക്കെ ആയിട്ട് പൂക്കിയിട്ട് തലയൊക്കെ എങ്ങനെയായി വലിയൊരു മെനു കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കാണുന്ന അടക്കം മെനു. ഇതിപ്പോൾ നോക്കിയിട്ട് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് തന്നെ ഇരിക്കുന്നത്. എന്തെങ്കിലും ഐഡിയ ആവും. ഐഡിയ ആവും.